ഹായ് ഹലോ എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. മനോഹരമായൊരു ലൊക്കേഷനിൽ 6 മീറ്റർ വീതി കൂടിയ റോഡ് ഫ്രണ്ടേജായി നിർമ്മിച്ച കിഴക്ക് ദർശനത്തിൽ വരുന്ന മനോഹരമായൊരു വീടിൻ്റെ വിശേഷമാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വയ്ക്കാനും മറക്കല്ലേ. അങ്ങനെ ചെയ്താൽ ദിവസവും ഇതുപോലെയുള്ള വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് 7 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ്. 3100ഓളം സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായാണ് ഈ മനോഹരമായ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലാണ് കേട്ടോ. എറണാകുളം ജില്ലയിൽ ആലുവയ്ക്കും കളമശ്ശേരിക്കും മധ്യത്തിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ലൊക്കേഷനിൽ നിന്നും തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് 500 മീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്. 3 കിലോമീറ്റർ മാത്രം രാജഗിരി ഹോസ്പിറ്റലിലേക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 4 കിലോമീറ്റർ ദൂരവും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്റർ ദൂരവും ഇടപ്പള്ളി ലുലു മാളിലേക്ക് 11 കിലോമീറ്റർ ദൂരവും ആലുവ ടൗണിലേക്കാണെങ്കിൽ ഏതാണ്ട് ഒരു 4 കിലോമീറ്റർ മാത്രം ദൂരവുമാണ് വരുന്നത്. 2018-19 കാലഘട്ടത്തിൽ ഫ്ലഡ് ബാധിക്കാത്ത മനോഹരമായൊരു ലൊക്കേഷനിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ധാരാളം വീടുകളെല്ലാമുള്ള നല്ലൊരു ലൊക്കേഷനാണ്. മാത്രമല്ല പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടേജായാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റും കോമ്പൗണ്ട് വാൾ നൽകിയിട്ടുണ്ട്. സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റും ഈ വീടിന് അവൈലബിൾ ആണ്. മനോഹരമായൊരു കണ്ടംപററി മോഡലിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. എറണാകുളത്തിൻ്റെ ഏതൊരു ഭാഗത്തേക്കും ഈസിലി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് വീട് വരുന്നത്. പെരുമ്പാവൂർ സൈഡിലൊക്കെ ആണെങ്കിൽ ആലുവ കളമശ്ശേരി ഭാഗത്തേക്കായാലും പാലാരിവട്ടം എടപ്പള്ളി സൈഡിലൊക്കെ ആയാലും അതുപോലെ തന്നെ പുക്കാട്ടുപടി കിഴക്കമ്പലം സൈഡിലൊക്കെ ആയെങ്കിലും ഈസിലി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. മനോഹരമായൊരു ചുറ്റുമതിലാണ് വീടിന് നൽകിയിരിക്കുന്നത്. LED ലൈറ്റുകളെല്ലാം നൽകി മനോഹരമായ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു മെയിൻ ഗേറ്റാണ് ഈ വീടിന് അവൈലബിൾ ആയിട്ടുള്ളത്. സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലാണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് നേരെ കയറി ചെല്ലുന്ന ഇവിടുത്തെ മുറ്റത്തിലേക്കാണ്. വിശാലമേറിയ മുറ്റമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരേ സമയത്ത് തന്നെ 3 വലിയ SUV മോഡൽ കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. 2 കാറുകൾ നമുക്ക് ഈ കാർ പോർച്ചിലായി പാർക്ക് ചെയ്യാവുന്നതാണ്. ഈ വീടിൻ്റെ വാട്ടർ സോഴ്സിനായി നൽകിയിരിക്കുന്നത് കിണർ വെള്ളമാണ്. മാത്രമല്ല KW കണക്ഷനും നമുക്കിവിടെ അവൈലബിൾ ആണ്. നല്ല സ്പേഷ്യസായ വിശാലമേറിയ മുറ്റമാണ് ഈ വീട് അവൈലബിൾ ആയിട്ടുള്ളത്. തീർത്തും വാസ്തു നിയമപ്രകാരം തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ദിക്കിലേക്കാണ്. മാത്രമല്ല വടക്ക് കിഴക്ക് മൂലയിലായി കിണറും നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടെ സൈഡ് വശങ്ങളിലെല്ലാം പ്ലാന്റുകളെല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം നൽകി തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ മുൻവശത്തും സൈഡ് വശങ്ങളിലെല്ലാം ബാംഗ്ലൂർ സ്റ്റോൺ പാകിയിട്ടുണ്ട്. നമുക്ക് ഈ വീടിൻ്റെ സൈഡ് വശങ്ങളൊന്ന് കാണാം. അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം ഇവിടെ എല്ലാം നൽകിയിട്ടുണ്ട്. വലിയൊരു വർക്ക് ഏരിയ നിർമ്മിക്കാനുള്ള ഏരിയ എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ടാണ് വീടിനോട് ചേർന്ന് തന്നെ നൽകിയിരിക്കുന്നത്. സൈഡ് വശങ്ങളെല്ലാം പ്ലാന്റുകളെല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. മെയിൻ ഡോറാണ് നമ്മൾ ഈ കാണുന്നത്. ടീക്കുഡിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. 8 അടി ഹൈറ്റിലാണ് ഈ ഡോറ് നിർമ്മിച്ചിരിക്കുന്നത്. കൊത്തുപണികളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ഇത് ഓപ്പൺ ചെയ്ത് നേരെ കയറി ചെല്ലുന്നത് ഇവിടുത്തെ ലിവിങ് ഏരിയയിലേക്കാണ്. മനോഹരമായ ഒരു ലിവിങ് സ്പേസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ഡബിൾ ഹൈറ്റിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. സൈഡ് വശങ്ങളെല്ലാം ഗ്ലാസുകളെല്ലാം നൽകി ഭംഗിയാക്കിയിരിക്കുന്നു. ഷാൻഡിയർ ലൈറ്റ് എല്ലാം ഹാങ് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡ് വാളിൽ ടെക്സ്റ്റർ വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളും ടഫൻ ഗ്ലാസും നൽകിയാണ് ഇതിൻ്റെ സൈഡ് വശങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല വലിയ വെട്രിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്ക് ഒന്ന് പോകാം. ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസും തമ്മിൽ പാർട്ടീഷൻ എല്ലാം ചെയ്തിട്ടുണ്ട്. മൾട്ടിവുഡിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്നത് ഇവിടുത്തെ ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഡൈനിങ് ഏരിയയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. സീലിംഗ് ഫാൻ നൽകിയിട്ടുണ്ട്. ഒതുങ്ങിയ രീതിയിൽ തന്നെ ഒരു വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. സാനിറ്ററി ഫിറ്റിങ്സുകൾക്കായി ഉപയോഗിച്ചിരിക്കുന്നത് ജാഗ്വർ ബ്രാൻഡാണ്. ഇവിടുത്തെ എല്ലാ വുഡൻ വർക്കുകളും ടീക്കുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു മീഡിയ ഏരിയ നൽകിയിട്ടുണ്ട്. ഒരു സെക്കൻഡ് ലിവിങ് ഏരിയ. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് സീലിംഗ് ഫാനെല്ലാം നൽകി ഭംഗിയാക്കിയിരിക്കുന്നു. വലിയൊരു TV യൂണിറ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് ഈ ഒരു ഏരിയയിൽ നിന്നാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
ഈ ലിവിങ് ഏരിയയിൽ നിന്നും ഒരു കോർട്ട്യാർഡിലേക്ക് സ്പേസ് നൽകിയിട്ടുണ്ട്. ധാരാളം പ്ലാന്റുകളെല്ലാം നൽകി മനോഹരമാക്കിയ ഒരു കോർട്ട്യാർഡ് നമുക്ക് അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചൺ സൈഡിലേക്കൊന്ന് പോകാം. ഈ ഒരു ഏരിയയിലായി ക്രോക്കറി ഷെൽഫുകളെല്ലാം അവൈലബിൾ ആണ്. ധാരാളം കബോർഡ് വർക്കുകൾ ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ഒരു ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ എല്ലാം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നേരെ കയറി ചെല്ലുന്ന ഇവിടുത്തെ കിച്ചണിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയ കിച്ചണാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. മനോഹരമായ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ധാരാളം കബോർഡ് വർക്കുകൾ നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. സീലിംഗ് ഫാൻ നൽകിയിരിക്കുന്നു. ഹുഡ് ആൻഡ് ഹോബ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വലിയൊരു റെഫ്രിജറേറ്റർ യൂണിറ്റ് എല്ലാം വയ്ക്കാനുള്ള പ്രത്യേക ഏരിയ എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഡബിൾ സിങ്കാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നാനോ വൈറ്റ് ഗ്രാനൈറ്റ് ആണ് കിച്ചൺ ടോപ്പിനായി യൂസ് ചെയ്തിരിക്കുന്നത്. മാറ്റ് പാറ്റേണിലുള്ള ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിട്ടുള്ളത്. നല്ല വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി മനോഹരമാക്കിയ കിച്ചൻ്റെ ദിക്ക് വരുന്നത് കിഴക്ക് ദിക്കിലേക്കാണ്. അതായത് വടക്ക് കിഴക്ക് മൂലയിലായാണ് കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായാണ് കിച്ചൻ്റെ വുഡ് ആൻഡ് ഹോബ് പ്രൊവൈഡ് ചെയ്യുന്നത്. 3 ബർണറാണ് ഇതിന് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ബെഡ്റൂം സൈഡിലേക്ക് പോയാൽ 2 ബെഡ്റൂമുകളാണ് നമുക്ക് ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടുത്തെ എല്ലാ ഡോറുകളും ടീക്കൂട്ടിലാണ് ചെയ്തിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ കൊത്തുപണികൾ ചെയ്ത് അലങ്കരിച്ച ഡോർ ഓപ്പൺ ചെയ്ത് നേരെ കയറി ചെല്ലുന്ന ഇവിടുത്തെ ബെഡ്റൂമിലേക്കാണ്. ഗ്രൗണ്ട് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. നല്ലൊരു സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതാണ്ട് ഒരു 12x14 എന്ന അളവിലാണ് ഈ ബെഡ്റൂം അവൈലബിൾ ആയിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. സീലിംഗ് ഫാൻ നൽകിയിട്ടുണ്ട്. വലിയൊരു ഡ്രസ്സിംഗ് യൂണിറ്റ് അവൈലബിൾ ആണ്. വലിയൊരു മിറർ നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാത്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. ഹിഡൻ ആയിട്ടാണ് ഈ ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വുഡെല്ലാം നൽകിയിരിക്കുന്നത് ടീക്കൂട്ടാണ്. നേരെ കയറി ചെല്ലുന്നത് ഇവിടുത്തെ ബാത്റൂമാണ്. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ബാത്റൂമും നിർമ്മിച്ചിരിക്കുന്നത്. ജാഗോറിൻ്റെ സാനിറ്ററി ഫിറ്റിങ്സുകൾ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. കൺസീൽഡ് ആയിട്ടാണ് ഇതിൻ്റെ നിർമ്മാണം. മാത്രമല്ല ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ഇവിടെയും ചെയ്തിട്ടുണ്ട്. വെറ്റ് ആൻഡ് ഡ്രൈ തിരിച്ച് തന്നെയാണ് ഇത് നൽകിയിരിക്കുന്നത്. ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറും മിററെല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. ഇനി നമുക്ക് ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമിലേക്ക് പോയാൽ മനോഹരമായൊരു സെക്കൻഡ് ബെഡ്റൂമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയിലുള്ള ഒരു ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. വലിയ വിൻഡോകൾ നൽകിയിരിക്കുന്നു. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തിയിരിക്കുന്നു. മാത്രമല്ല സീലിംഗ് ഫാൻ BLDC ഫാൻ നൽകിയിട്ടുണ്ട്. ഡോറുകളെല്ലാം ടീക്കൂഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ കബോർഡ് വർക്കുകളാണ് നമ്മൾ ഈ കാണുന്നത്. കൂടെ ഒരു ഡ്രസ്സിംഗ് ഏരിയയും അവൈലബിൾ ആണ്. ബാത്റൂം ആണെങ്കിൽ ഈ ഒരു സൈഡിൽ തന്നെയാണ് ബാത്റൂം നിർമ്മിച്ചിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ബാത്റൂമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. കൺസീൽഡ് ആയിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഫുൾ ലെങ്ത്തിലാണ് ഇവിടുത്തെ വാൾ ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടുത്തെ ജാഗോർ ബ്രാൻഡാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. സ്റ്റെയർകേസ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ടീക്കൂഡിലാണ്. ഹാൻഡിലിനായി ടഫും ഗ്ലാസും വുഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്നത് അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. നല്ല അത്യാവശ്യം സ്പേഷ്യസ് ഒരു അപ്പർ ലിവിങ് ഏരിയയാണ് നമുക്ക് ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയ ഒരു ലിവിങ് ഏരിയയാണ്. ഡബിൾ ഹൈറ്റിലാണ് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാം ഹാൻഡിലിനായി ടഫും ഗ്ലാസും ടീക്കൂഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയും നമുക്കൊരു വലിയൊരു TV യൂണിറ്റ് അവൈലബിൾ ആണ്. മാത്രമല്ല ധാരാളം ഷെൽഫുകളും നൽകി നല്ല ഭംഗിയിലാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വിൻഡോകളെല്ലാം UPVCയിൽ നിർമ്മിച്ച വിൻഡോകളും അതുപോലെ തന്നെ ടീക്കൂഡിൽ നിർമ്മിച്ച വിൻഡോകളും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഡബിൾ ഹൈറ്റിൽ നിർമ്മിച്ച ലിവിങ് സ്പേസ്, ഗ്രൗണ്ട് ഫ്ലോറിലെ ലിവിങ് സ്പേസ് ആണ് നമ്മൾ ഈ കാണുന്നത്. മനോഹരമായൊരു ഷാൻഡിയർ ലൈറ്റ് എല്ലാം ഹാങ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ 2 ബെഡ്റൂമുകളാണ് നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിലെ അതേ സൈസിലുള്ള ബെഡ്റൂമുകളാണ് ഇവിടെയും അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല മനോഹരമായ രീതിയിൽ തന്നെ ഫോൾ സീലിംഗ് വർക്കുകളും BLDC ഫാനും നൽകി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിരിക്കുന്നു. കൂടാതെ വാൾഡ്രോബ് സൗകര്യമാണെങ്കിൽ ഒതുങ്ങിയ രീതിയിലൊരു കോർണറിലായാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് മൾട്ടിവുഡാണ്. കൂടാതെ ഒരു ഡ്രസ്സിംഗ് ഏരിയയും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഈ ഒരു ഏരിയയിലായി നമുക്ക് ബാത്റൂമും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആയ ബാത്റൂമാണ് ഇവിടെയും അവൈലബിൾ ആയിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. കൺസീൽഡ് ആയിട്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്.
സാനിറ്ററി ഫിറ്റിങ്സുകൾക്കായി ജാഗോർ ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ അവൈലബിൾ ആണ്. വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം ധാരാളമായി തന്നെ നൽകിയിരിക്കുന്നു. വെറ്റ് ആൻഡ് ഡ്രൈ തിരിച്ച് തന്നെയാണിത് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂമിലേക്ക് പോയാൽ ഡോറുകളെല്ലാം വുഡ് ടീക്കൂഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളും സീലിംഗ് ഫാൻ BLTC ഫാൻ നൽകാൻ മറന്നിട്ടില്ല. കൂടാതെ ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിരിക്കുന്നു. വലിയൊരു വാൾഡ്രോബ് സൗകര്യമാണ് നമുക്ക് ഈ ബെഡ്റൂമിനും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ മാസ്റ്റർ ബെഡ്റൂമും അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമും ഒറ്റ നോട്ടത്തിൽ ബാത്റൂം ഇല്ല എന്ന് തോന്നുമെങ്കിലും ഈ വാൾഡ്രോബിൻ്റെ ഈ കബോർഡുകളുടെ ഇടയിലാണ് ഇതിൻ്റെ ബാത്റൂം പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല ഭംഗിയിലാണ്, നല്ലൊരു ഐഡിയ ആണിത്. ഇതിൻ്റെ ഡോറാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് ഈ കബോർഡിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് നേരെ പ്രവേശിക്കുന്ന ഇവിടുത്തെ ബാത്റൂമിലേക്കാണ്. നല്ലൊരു ഐഡിയ ആണിത്. വലിയൊരു വാൾഡ്രോബ് സൗകര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതിൻ്റെ സൈഡിലൂടെയാണിത്. അതിൻ്റെ ഒരു 2 ഡോർ ഓപ്പൺ ചെയ്താണ് ഈ ബാത്റൂമിലേക്ക് എൻട്രി വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമാണ് ഇവിടെയും പ്രൊവൈഡ് ചെയ്യുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ തന്നെ തിരിച്ച് ചെയ്തിരിക്കുന്നു. കൂടാതെ ജാഗോർ ബ്രാൻഡാണ് ഇവിടെയും ചൂസ് ചെയ്തിരിക്കുന്നത്. ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിൽ വരാനുള്ളത് ഒരു ഓപ്പൺ ടെറസാണ്. നല്ല സ്പേഷ്യസ് ആയ ഒരു ഓപ്പൺ ടെറസ് നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് വശത്ത് തന്നെ അവൈലബിൾ ആണ്. നല്ല മനോഹരമായൊരു ഏരിയയാണിത്. സായാഹ്നങ്ങൾ ആസ്വദിക്കാൻ പറ്റിയ നല്ല ക്ലൈമറ്റ്, നല്ല കാറ്റെല്ലാം ലഭിക്കുന്ന മനോഹരമായ ഒരു ഏരിയയാണ്. മെയിൻ റോഡിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന ഒരു വലിയൊരു ഓപ്പൺ ടെറസാണ് ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ എല്ലാം ഹാൻഡ് റെയിലിനായി യൂസ് ചെയ്തിരിക്കുന്നത് ടഫൻ ഗ്ലാസും സ്റ്റെയിൻലെസ് സ്റ്റീലുമാണ്. അപ്പം നമുക്കിനി അറിയേണ്ടത് ഇതിൻ്റെ വില ഭാഗങ്ങളാണ്. അതിനു മുമ്പ് നമുക്ക് ഇതിൻ്റെ ലൊക്കേഷൻ ഡിസ്റ്റൻസുകളെ കുറിച്ചൊന്ന് റിപ്പീറ്റ് ചെയ്യാം. എറണാകുളം ജില്ലയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ആലുവയ്ക്കും കളമശ്ശേരിക്കും മധ്യത്തിലാണ് ഈ വീട് വരുന്നത്. 7 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ് 3100 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച ഈ വീട് 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ലൊക്കേഷനിൽ നിന്നും തൊട്ടടുത്തുള്ള ജംഗ്ഷനിലേക്ക് ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രം ദൂരമാണ് വരുന്നത്. ആലുവ ചൂണ്ടി ജംഗ്ഷനിലേക്ക് ഏതാണ്ട് ഒരു 1.25 കിലോമീറ്റർ മാത്രം ദൂരവും, ആലുവ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 3 കിലോമീറ്റർ ദൂരവും, കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 4 കിലോമീറ്റർ ദൂരവും, കളമശ്ശേരിയിലേക്കാണെങ്കിൽ 5 കിലോമീറ്റർ ദൂരവും, കൂടാതെ കാക്കനാട് ഇൻഫോ പാർക്കിലേക്കാണെങ്കിൽ 9-9.5 കിലോമീറ്റർ മാത്രം ദൂരവും, എടപ്പള്ളി ലുലു മാളിലേക്ക് ഒരു 11 കിലോമീറ്റർ മാത്രം ദൂരവുമാണ് വരുന്നത്. എറണാകുളത്തിൻ്റെ ഏതൊരു ഭാഗത്തേക്കും ഈസിലി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിനി അറിയേണ്ടത് ഇതിൻ്റെ വിലയാണ്. ഇതിന് ചോദിക്കുന്ന വില 1,75 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. സൈറ്റ് വിസിറ്റിങ്ങിനോ ഓണറുമായി ഡയറക്റ്റ് സംസാരിക്കുവാനോ ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. എല്ലാ ബാങ്കുകളുടെ ലോൺ സൗകര്യം ഏതാണ്ട് 90% ലോണും ഈ വീടിന് അവൈലബിൾ ആണ്. അപ്പോൾ ഈ വീടിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത്, കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ആരെങ്കിലും ഇതുപോലെയുള്ള വീടുകൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ നന്ദി, നമസ്കാരം.